മിനിറ്റ് കൊണ്ട് നമ്മുടെ ടുലി പൂക്കൾ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്, ഉഡായിപ്പ് പരിപാടിയാണ്. എൻ്റെ കൂടെ പോകുന്നത് കാണിച്ചു തരാം. അതെ, അപ്പം നമ്മൾ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിവിടെ മാജിക് റിങ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ യാൺ എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ നേരെ ശ്രദ്ധിച്ചോ. ഇതിങ്ങനെ റൗണ്ട് ഫോം ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ വിരലുകളൊക്കെ നേരെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ യാൺ പിടിച്ചിരിക്കുന്നതെന്ന്. ഇനി നീഡിൽ കിടത്തിവിടുക. നീഡിൽ ഇത് കൂടെ കിടത്തിയിട്ട് ആ യാണിനെ നമ്മൾ താഴോട്ടേക്ക് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു ചെയിൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു ചെയിന് ഇപ്പോൾ ഇട്ടു. ഇനി വീണ്ടും എന്ത് ചെയ്യുക, നീഡിൽ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തിയിട്ട് യാണിനെ പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടും, അതിനെ ഒന്നാക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, ഇങ്ങനെ 6 സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ സ്റ്റിച്ച് ചെയ്യുകയാണ്. സെയിം പ്രോസസ്സ് കേട്ടോ. ദെൻ ദിസ് ഈസ് 3rd സ്റ്റിച്ച്. അങ്ങനെ അപ് ടു 6 സ്റ്റിച്ച് വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പം 3ാമത്തെ സ്റ്റിച്ച് ഇട്ടു. ദെൻ ഇതിപ്പം 4, പിന്നെ 5, 6. ഈ ഒരു സ്റ്റെപ്പ് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ഈ ടുലിപ്പ് എളുപ്പം ചെയ്തെടുക്കാടാ. ഇപ്പം ഇവിടെ 6 സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ നിങ്ങൾക്കിത് എണ്ണ അറിയാൻ പറ്റും, കാരണം ഒരു ചെയിൻ ഫോം ആയത് കണ്ടില്ലേ, അങ്ങനെ 6 എണ്ണം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിനെ ഫസ്റ്റ് ആ ഒരു യാണിൻ്റെ പോർഷൻ അങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ നേരെ നോക്കുക. നമ്മൾ ഫസ്റ്റ് സ്പേസിൽ കൂടെ, അതായത് ഫസ്റ്റ് ചെയിനിൽ കൂടെ, നമ്മുടെ ലാസ്റ്റ് ചെയിനിൽ കൂടെ യാണിനെ കിടത്തി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇതാണ് മാജിക് റിങ്. ഇപ്പം നിങ്ങൾക്കറിയാം 6 സ്റ്റിച്ച് ഉണ്ട് ഇതിൽ അല്ലേ, 6 സ്റ്റിച്ച് ഉണ്ട്. ഇപ്പം ഞാനൊരു എക്സ്ട്രാ ഒരു ചെയിന് ഇപ്പോൾ ഇട്ടു. ദെൻ ഈ 6 സ്റ്റിച്ച് കൂടെ നമ്മൾ അപ്പം നമുക്ക് 6 സ്റ്റിച്ച് ഉണ്ടെങ്കിൽ 6 സ്പേസ് ഉണ്ട് കേട്ടോ. ഈ 6 സ്റ്റിച്ചിനെ ഞാനിവിടെ 6 സ്പേസ് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് സ്പേസ്, അതായത് ഫസ്റ്റ് സ്റ്റിച്ച് ഫസ്റ്റ് സ്പേസ്. ആ ഫസ്റ്റ് സ്പേസ് കൂടെ 2 തവണ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് സ്പേസ് കൂടെ ഞാനൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ലൂപ്പിനെ ഒന്നാക്കി അതേ സ്പേസിൽ കൂടെ തന്നെ വീണ്ടും നീഡിലിനെ കിടത്തുക. പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്തു. 2 ലൂപ്പിനെ ഒന്നാക്കി. മനസ്സിലായോ? അങ്ങനെ 6 സ്റ്റിച്ച് കൂടെയും 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട പറഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റിച്ച് മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിച്ചിൽ ദെൻ 2ാമത്തെ സ്പേസ് എടുത്തു, അതായത് 2ാമത്തെ ചെയിനിൽ കൂടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതേ കൂടെ തന്നെ വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. മനസ്സിലായോ? ദെൻ 3ാമത്തെ സ്പേസ് എടുത്തു, അതിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ദെൻ അതിൽ തന്നെ 2ാമത്തെ സിംഗിൾ ക്രോഷ്യയും. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 6 സ്റ്റിച്ചിൽ 6 സ്പേസിൽ കൂടെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എത്രയായി? 12 സ്റ്റിച്ച് വീണ്ടും ഫോമായി അല്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസ് മൊത്തം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് സിമ്പിളാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര ടുലിപ്പ് വേണമെങ്കിലും ഉണ്ടാക്കുക. ഇത് ഉഡായിപ്പ് പരിപാടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്നോ അത്രത്തോളം നീറ്റായിട്ട് സംഭവം കൈ കിട്ടും. നമ്മളത് ശ്രദ്ധിക്കുക, സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇവിടെ കഴിഞ്ഞു ആദ്യത്തെ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഞാൻ മാറ്റി. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനങ്ങ് ലോക്ക് ചെയ്യുക. ഇപ്പം ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ദെൻ സെയിം പ്രോസസ്സ്, ഒരു ചെയിൻ എക്സ്ട്രാ ഇടുക. ഇപ്പം എത്ര ചെയിനായി? 12 ചെയിനായി. ഇനി അടുത്ത പോർഷനിൽ സ്റ്റിച്ച് മാർക്കർ ഇടുക. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ ഇല്ലേ, അതിൽ എന്ത് ചെയ്യുക, ഇവിടെ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട്, സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. നമുക്ക് അത്രയും എക്സ്പേർട്ട് ആവുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, അതിൽ ഇപ്പം നിങ്ങൾക്ക് എത്ര സ്പേസ് കിട്ടിയിട്ടുണ്ട്? 12 സ്പേസ് ഉണ്ട്, 12 സ്റ്റിച്ച് ഉണ്ട്. അതിൽ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അതായത് ഒരു സ്പേസിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ദെൻ അടുത്ത സ്പേസിലോട്ട് പോയി. ഇവിടെ തൊട്ടിട്ട് ഇനി ഒരു സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ വേണ്ട കേട്ടോ. ഓരോ സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ്യ.
അപ്പം 6 ഓരോന്ന് 12 ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു കൊട്ട പോലെ കിട്ടും. ഇനി ഈ ഒരു റോ തന്നെ നിങ്ങളുടെ ടുലിപ്പിന് എത്ര വലിപ്പം വേണോ അത്രയും ആവർത്തിക്കുക. ഞാനിപ്പോൾ ഒരു 5 റോ ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഈ സെയിം പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ ഒരു കപ്പ് പോലെ കിട്ടുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടുലിപ്പിന് എത്ര വലിപ്പം വേണമെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് റൗണ്ടിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം മൊത്തം നിങ്ങൾക്കിപ്പോൾ എത്ര റോ ആണോ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇത് 2ാമത്തെ റോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിലൊക്കെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ കേട്ടോ ചെയ്യുന്നത്, ഓരോ സ്പേസിലും. അപ്പോൾ ടോട്ടൽ 12 സ്പേസ് ഉണ്ട്. ആ 12 സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. തുടക്കത്തിൽ മാത്രം 6 സ്റ്റിച്ച് ഇടുമ്പോൾ അതിൽ 12 ആക്കുക. 6 സ്റ്റിച്ചിൽ നിന്ന് ഓരോ സ്പേസിൽ നിന്ന് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. തുടക്കത്തിൽ ഒരു റോ, പിന്നെ എല്ലാം ഓരോ സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 5 റോ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്ര വലിയ ടുലിപ്പ് വേണോ അത്രയും ആ ഒരു റോ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതായത് ഒരു കൊട്ടയുടെ ആകൃതി ആവണം. ഒരു ബാസ്ക്കറ്റിൻ്റെ ആകൃതിയായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പൂച്ചെടിച്ചട്ടിയുടെ ആകൃതിയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ആയി വന്നിട്ടുണ്ടല്ലേ, കണ്ടോ? ഇപ്പം എൻ്റെ ടുലിപ്പ് വളരെ കുഞ്ഞിതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇതിന് ഞാനിങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ടൺ പഞ്ഞി എന്തെങ്കിലും വെച്ച് നിറയ്ക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ത്രെഡിൻ്റെ വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ വേസ്റ്റ് ഉണ്ട്, എന്തായാലും മതി കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കുറച്ച് പഞ്ഞി നിറയ്ക്കുന്നുണ്ട്. ആ പഞ്ഞി നിറച്ചിട്ട് പിന്നെ അതങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫസ്റ്റ് പോർഷനും ലെങ്ത്തിൻ്റെ ആ പോർഷനും വിഡ്ത്തിൻ്റെ ആ പോർഷനും മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നേരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ആക്രാന്തം മൂത്തിട്ട് കുറച്ച് കുളമായിട്ടുണ്ട്. അതായത് ആ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ആ ടുലിപ്പിൻ്റെ ആ പെറ്റലിൻ്റെ ആ പോർഷൻ ക്ലിയർ ആയിട്ട് കിട്ടണം. പക്ഷേ എനിക്കത് അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചാൽ മതി. അത് കുറച്ച് താഴത്തേന്ന് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഏകദേശം ഓക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടുലിപ്പ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നറിയില്ല, സംഭവം എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.